അയ്യേ ഡോ അത് ഉറച്ചുറച്ച് ഇല്ലാണ്ടാക്കണ്ടത്. ഒരക്കാണ്ടെങ്ങനെ പഴയ കാലമല്ല മൊയ്തൂക്ക. എന്തേലും അബദ്ധം വന്നാലേ പണി നമുക്ക് കിട്ടും. അല്ല, നിങ്ങൾ ഈ ബലൂൺ ഊതുന്നതിന് മുമ്പേ ഈ അങ്ങാടിയിൽ കച്ചവടം തുടങ്ങിയ ആളാ ഞാൻ. ഇന്നൊന്നും അവിശ്വസിക്കേണ്ട കാര്യമില്ല. അത് പറഞ്ഞാ വിശ്വാസത്തിന്റെ പ്രശ്നമല്ല മൊയ്തൂക്ക. ഇന്നാളെ നമ്മുടെ മീൻകാരി ശ്യാമളയില്ലേ, ഒരു മോതിരം പണയം വെക്കാൻ വേണ്ടി ഇവിടെ വന്ന്. അറിയണ ആളല്ലേ. ഞാൻ അവര് ചോദിച്ച പൈസ എടുത്തു കൊടുത്തു. അവസാനം നോക്കുമ്പോ എന്താണ്, അത് 1 gram ഗോൾഡ് ആയിരുന്നു. പിന്നെ ശമ്പളത്തിൽ നിന്നാ പൈസ പിടിച്ചു തീർത്തത്. ശ്യാമളന്റെ ശമ്പളത്തിനോ? ശ്യാമളയുടെ അല്ല, ഞങ്ങളുടെ ശമ്പളത്തിൽ നിന്ന്. ഈ ശ്യാമളയുടെ വീട്ടിൽ ഞാൻ പൈസ പോയി. ഓള് വാക്കത്തിരുത്തി എന്റെ പയ്യനെ പറഞ്ഞത്. രക്ഷപ്പെട്ടത് എന്റെ ഭാഗ്യം. ഓളെ സ്വഭാവമൊക്കെ നാട്ടുകാർക്ക് അറിയണല്ലേ. ആ ഒരു തട്ട് കിട്ടിയ പിന്നെ എത്ര ഉമ്മാനെ കെട്ടിയ വാപ്പയാണെങ്കിലും ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ട് പൈസ കൊടുക്കുള്ളൂ. അല്ല, ബലൂണിനോടുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇവിടെ തന്നെ വന്ന് വെക്കണതേ. മൊയ്തുക്കന്റെ ഇടക്ക് പിടിക്കാത്ത ഒരു സ്വഭാവം ഇതാണ്, ഒരു വിശ്വാസക്കേട്. നിങ്ങൾ ഇത് കണ്ടോ, ബലൂണ് ഇത് നമ്മളെ കമ്പനി, അതൊരു വിശ്വാസമാണ്. അത് കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ബലൂണ് ഭയങ്കര ഇഷ്ടമല്ലേ അല്ലേ? ഒറ്റ മിനിറ്റ്, ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇരിക്കുന്നത് കേട്ടോ, കണ്ടോ? നിങ്ങളൊരു വിശ്വാസമല്ലേ ഇത് ഞാൻ ഇവിടെ നിൽക്കുന്നത്? ഈ ഇതന്നല്ലേ അതെല്ലാം ഒന്നല്ലേ അല്ലേ? എത്ര കൈ എത്ര നോക്കി എനിക്ക് പോയിട്ട് പണിയുണ്ട്. 57,300. 57,300 ഞാനായിട്ട് എപ്പോഴുണ്ട്. കുറച്ച് 500 വെച്ചോ ഉണ്ടെങ്കിൽ. അപ്പൊ ശരി. ഉണ്ണി, നീ വരുന്ന കസ്റ്റമേഴ്സിനോടൊന്ന് മാന്യമായിട്ട് പെരുമാറാൻ പഠിക്കണം. നീ ഉള്ള വെളിവുകേടൊന്നും എല്ലാവരോടും വിളിച്ച് പറയരുത്. അത് നമ്മുടെ ബിസിനസിനെ ബാധിക്കുള്ളൂ. അയ്യോ, ഇതൊക്കെ ഇഷ്ടം. ഇഷ്ടക്കുറവിന്റെ ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിന്നെ ആ പണയത്തിലിരിക്കുന്ന വലിയ മാലകളുടെ ഓരോ മണി പറിച്ചു വെക്കാൻ പറഞ്ഞിട്ട് നീ വെച്ചാ അതെ, ഈ മണി പറിച്ചു വെച്ചാൽ നമുക്ക് ഇവിടെ മുതലാവില്ല. ഞാൻ പറഞ്ഞത് ഈ 2 എടുത്താലേ മുതലാവൂലൂ. വലിയ മാലിന്ന് ഒന്നെടുത്തിട്ട് എന്തുകൊണ്ട് ഉണ്ണി, ഈ 2 എടുത്ത് അവിടെ ഗ്യാപ്പ് വരും, ആളുകൾ തിരിച്ചറിയും. അപ്പൊ ഒരു മാലയെന്ന് അറിയാത്തോടത്തുനിന്ന് ഓരോ മണി ഓടിച്ചാ മതി. ഐഡിയയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് പാദസരവും ഈ അരഞ്ഞാണെന്നും ഈ 2 3 എടുത്താൽ കുഴപ്പമില്ല. ആരെങ്കിലും ഇങ്ങനെ കുത്തനെ നോക്കുവോ? മാല നമ്മ ഇങ്ങനെ നോക്കും. അപ്പൊ ഇരുന്ന് എടുത്തു കഴിഞ്ഞാൽ പാദസരം എടുക്കാം. വള്ളി മാത്രം വെച്ചാ കൊളുത്തൊടിയാതെ നോക്കണം. കൊളത്തെടുത്തൂടാ. കൊളത്തെടുത്ത ഇതെങ്ങനെ മാല ഒന്നാക്കര്. പിന്നെ ഇന്ന് പണയം വെക്കണവരുടെ മണി ഇന്ന് തന്നെ പറിക്കണം. നാളത്തേക്ക് വെക്കരുത്, കാരണം അവര് എടുത്തുകൊണ്ട് പോയാൽ നമുക്കത് കിട്ടൂല. അല്ല, അതല്ലേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നാ മൊയ്തൂക്കടയിൽ നിന്ന് പരമാവധി മണി പൊട്ടിച്ചെടുത്തിട്ട് വെക്കത്. മൊയ്തൊക്കെ എന്റെ വേണ്ടപ്പ പാവം. എന്തെങ്കിലും അരി പൊടിക്കുക, അല്ലെങ്കിൽ അത് മോശമാണ് നമുക്ക്. അല്ല, നമ്മൾ എന്തെങ്കിലും ചെറുങ്ങനെ ചെയ്യാം. നമസ്കാരം. സുഖമല്ലേ മാഡം? ഇൻട്രസ്റ്റ് അങ്ങോട്ട് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടായില്ല. അല്ല, അത് കിട്ടി. ഞാൻ അതിന് വന്നതല്ല. ഞാനേ നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ കൂടെ കുറച്ചും കൂടി ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഓ, അത് നന്നായി, അത് നന്നായി. അല്ല, ഞാൻ ആ ഒരു വിശ്വാസം കൊണ്ട് തന്നെ ഇങ്ങോട്ട് തന്നെ പോകുന്നത്. പിന്നിപ്പോ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതല്ല, റിസ്ക് ആണ്, ബിസിനസ് റിസ്ക് ആണ്. പിന്നെ മാഡത്തിനൊരു സ്പെഷ്യൽ സ്കീം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് 1-ാം തീയതി തൊട്ട്. ഈ കുറേശ്ശെ പൈസ നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അക്ഷയ തൃതീയ ദിവസം ഉണ്ടല്ലോ, നമ്മളൊരു 1/2 കിലോ കട്ട വീട്ടിലെത്തിച്ചു തരും. എന്ത് കട്ട? ഈ സ്വർണത്തിന്റെ. അത് എങ്ങനെയാണ്? അത് കുറേശ്ശെ പൈസ അടക്കാം. അപ്പൊ നിങ്ങളുടെ പൈസയുടെ അളവ് അനുസരിച്ചിട്ടുള്ള ഒരു കട്ട രാവിലെ വാതില് തുറക്കുമ്പോ തന്നെ നമ്മുടെ ആള് അവിടെ വീട്ടില്. അതൊരു ഐശ്വര്യം. അത് സ്റ്റാർട്ട് ചെയ്യാം. സ്വർണം എന്ന് പറഞ്ഞ ഭ്രാന്ത. ഈ അക്ഷയ തൃതീയയുടെ നമുക്ക്. പിന്നെ വേറൊരു സ്കീം മാവേലി നാടുവാണിടും കാലം എന്ന് പറഞ്ഞിട്ട്. അതെന്ന് പറഞ്ഞാൽ ഈ അധികം സ്വർണ്ണമൊന്നും ഇപ്പൊ കാശുള്ളവരൊന്നും ഇട്ടു നടക്കാറില്ലല്ലോ. അപ്പൊ ഈ കള്ളന്മാര് പറിച്ചുണ്ടൊക്കെ ഓടാതിരിക്കാൻ അതും നമ്മളെ ഏൽപ്പിച്ചാല് അതിനൊരു കൃത്യമായ ഇൻട്രസ്റ്റ് തരും. പിന്നെ ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കുകയും ചെയ്യും. ഇവിടുന്ന് തന്നെ ഒന്ന് എടുക്കുക. പിന്നെ കല്യാണം ആവശ്യമോ കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഉണ്ടെന്ന് മാവേലി നാടുവാണിടും കാലം. അപ്പൊ ഈ മാവേലി നാടുവാണിടും കാലം അടിയാലേ മാഡത്തിന്? അതെ, അതെ. ഇപ്പൊ തന്നെ ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ആയെന്ന് എനിക്ക് തോന്നണേ. ഇല്ല, സാറിനെ കാണാൻ 2-3 പേര് മുകളിലുണ്ട് പലിശ വാങ്ങണത്. കുറച്ചും കൂടി സാർ ഇൻവെസ്റ്റ് ചെയ്താ 1-ാം നമ്പർ സാറാവും.
അതിന് അവാർഡും കൊടുക്കും നമ്മൾ ഇവിടെ നിന്ന്. അത് ശരി അത് ശരി. അത് ബലൂണോട് നമുക്ക് ജനങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്. അത് നമുക്ക് നടക്കൂല. കുട്ടികൾക്ക് ചെറിയ ബലൂണ്, മുതിർന്നവർക്ക് നമുക്ക് ഉത്സവ സ്ഥലത്ത് കളിക്കുന്ന വലിയ ബലൂൺ. ഉണ്ണി ആകാശത്തിലേക്ക് പോകുമ്പോൾ വലിയ ബലൂൺ എടുത്ത് ആൾക്കാർ തൂങ്ങി പോകുന്നുണ്ടില്ല. ഇത് തന്നെയാണ് വിശ്വാസം അല്ലെ? അതെ, വെറുപ്പിക്കണ്ട. അതൊക്കെ കഴിഞ്ഞു. സത്യശീലനല്ലേ? നമസ്കാരം. നമസ്കാരം. ശീതള നമസ്കാരം. നമസ്കാരം. ഇതൊക്കെ സുഖല്ലേ? ഓ സുഖം. ഞങ്ങള് കുറച്ച് സംഖ്യയും കൂടി ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വന്നാ. അതെയോ? നന്നായി. ഇപ്പൊ ഒരു 10 ലക്ഷം കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, ഇൻട്രസ്റ്റോ കൃത്യമായിട്ട് കിട്ടുന്നില്ലേ? ഓ അല്ല, സാറ്റിസ്ഫൈഡ് അല്ലേ എന്ന് ചോദിക്കാം. പിന്നെന്താ, നല്ല കാര്യമായിട്ടുണ്ട്. നമ്മളിപ്പോ ഈ കുറെ കാലം ഗൾഫിലൊക്കെ അധ്വാനിച്ച് ഒരു വലിയ സംഖ്യയൊക്കെ നാട്ടിൽ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ. ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പൊ ഞാൻ ഈ സംഖ്യ എന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഇങ്ങനൊരു സൗകര്യം ഉണ്ടല്ലോ. ചേച്ചി സുഖല്ലേ? ആ സുഖമായിട്ടിരിക്കണം. അല്ല, മറ്റേ ജോലിക്ക് ഇപ്പൊ പോകുന്നുണ്ടോ? ഇല്ല. ചേട്ടന് ഇഷ്ടല്ല. അല്ല, ഇതിന് ആവശ്യമില്ലല്ലോ. ഇല്ല. പിന്നെ ഇപ്പൊ നമ്മുടെ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കാൻ തന്നെ ഒരാൾ വേണം. എല്ലാം ഡീൽ ചെയ്യുന്ന അവളാ. അല്ല, സാറിന്റെ കുടുംബമൊക്കെ ഗൾഫിലാണ്, ദുബായിലാണ്. അത് ശരി. കുട്ടികൾ അവിടെ പഠിക്കുകയാണ്. പിന്നെ അവിടെ നമുക്കൊരു സ്ഥാപനം ഉണ്ട്. ഓ അവിടെ ഉണ്ടോ? ഉണ്ട്. അപ്പൊ അതിന്റെ മേലിലോട്ട് അവളാ. അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഞാനിപ്പോ ഒരാഴ്ചയിൽ അങ്ങോട്ട് പോകും, നേരെ തിരിച്ചിങ്ങോട്ടും വരും. അങ്ങനെയാണ്. അല്ല, എന്തെങ്കിലും കുടിക്കാൻ എന്തെങ്കിലും? അയ്യോ ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഒരു ചായ കുടിച്ചിട്ട് ഇല്ല, ഞങ്ങളിപ്പോ ഭക്ഷണം കഴിച്ചിറങ്ങിയുള്ളൂ. അവർ എന്തെങ്കിലും വെള്ളം കുടിച്ചു. ഒന്നും വേണ്ട, ഒന്നും വേണ്ട. സന്തോഷം. ഓ ആയിക്കോട്ടെ. അപ്പൊ ശരി. ശരി ശരി. എന്ത് നല്ല മനുഷ്യനല്ലേ? പെരുമാറ്റം എന്ന് പറഞ്ഞത് എങ്ങനെയായിരിക്കും? ഇവിടെ ഈ ഒരു സെറ്റപ്പുള്ള ഒരാളാണെന്ന് തോന്നുന്നത്. ആ തിരക്കിലും നമ്മളോട് ചായ കുടിക്കണമെന്ന് ചോദിച്ചാൽ അതിപ്പോ ഈ പ്രൈവറ്റ് സ്ഥാപനത്തിലൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. കുടിച്ചിട്ടല്ല. നല്ല ചോദ്യം കണ്ടു. ഇനി ഞാൻ ആലോചിക്കണതേ, നമ്മുടെ ഇരിക്കുന്ന ഗോൾഡ് ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത്? ലോക്കറിൽ വെച്ചിരിക്കല്ലേ? സേഫ് ആയിട്ട് ഇരിപ്പുണ്ട് അല്ലേ? ആ കാശ് അങ്ങോട്ട് കൊടുത്തിട്ടല്ലേ നമ്മൾ ലോക്കറിൽ വെച്ചിരിക്കുന്നത്? ആ ഞാൻ എന്റെ ഒരു ഐഡിയ പറയാം കേട്ടോ, നീ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഈ ഗോൾഡ് മൊത്തം നമ്മൾ എടുത്തിപ്പോ അങ്ങോട്ട് പണയം വെക്കാന്ന് വിചാരിക്കും. എന്തിന്? ഇടി പറയട്ടെ, നമുക്ക് കാശിന് ആവശ്യം ഉണ്ടായിട്ടല്ലോ നമ്മൾ പണയം വെക്കണാണോ? അല്ല, നമ്മൾ പണയം വെച്ചിട്ട് ആ സംഖ്യ അങ്ങനെ തന്നെ എടുത്തിട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ? ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന അതേ ഇൻട്രസ്റ്റ് അയാൾ തരും. പണയം വെക്കുമ്പോ ഒരു ചെറിയ ഇൻട്രസ്റ്റേ വരുള്ളൂ. ചെയ്തേട്ടാ, അതിന്റെ ആവശ്യം ഉണ്ടോ ഇപ്പൊ നമുക്ക്? ആവശ്യമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അതിന്റെ ബിസിനസ് മനസ്സിലാവാണ്ടോ? വാ, ഞാൻ പറഞ്ഞുതരാം. വാന്ന്. മണ്ടോ, മണ്ടോ, ആ ഫോൺ റിങ് ചെയ്യാനായിട്ടില്ലേ? ഇങ്ങോട്ട് എടുക്കാതെ. കട്ടായി. കൊറേ നേരം അടിക്കുന്നു. എടി, ഫോൺ റിങ് ചെയ്യുമ്പോ അതൊന്നും എടുത്തിട്ട് ഇത് ആരാണെന്ന് ചോദിച്ചൂടെ എനിക്ക്? എനിക്കിവിടെ വേറെ പണിയില്ലേ? നിനക്കെന്ത് പണി അവിടെ? എനിക്ക് സീരിയല് കാണണം. ആ വലിയ മലമറക്കണ പണിയായി പോയിട്ടാ സീരിയല് കാണല്. പിന്നെ അത് സസ്പെൻസിൽ നിർത്തേ അടിക്കുന്നു. ഒരു കഷ്ടം ആലോചിച്ചു. ഹലോ, ആ ബലൂൺ. ഹലോ ഹലോ, എന്താ? ബലൂൺ ചിട്ടി ഫണ്ട് പൊട്ടിയെന്ന്, സത്യശീലം മുങ്ങിയെന്ന്. പറയട്ടെ. ഞങ്ങള് ജീവിക്കാൻ വേണ്ടിട്ട് ഇവിടെ നാട്ടുകാരാണോ പറ്റിക്കണോ? സത്യം സാറാണ് ഇതെല്ലാം.
ഫോൺ അവിടെയാണ് സാർ. ഞങ്ങളൊന്നും എടുത്തിട്ടില്ല, ഞങ്ങളൊന്നും കിട്ടണില്ല. ഒന്ന് പറഞ്ഞു ഇതൊക്കെ തല്ലല്ല ഞങ്ങളിവിടെ കുറെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ പൈസ കൂടി തരാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല. സത്യം സാറിന് അറിയാൻ പാടില്ല, വിളിച്ചിട്ട് കിട്ടണില്ല. ഒരാഴ്ചയായിട്ട് ഞങ്ങൾ വിളിക്കണം. മാഡം ഞങ്ങള് ജോലിക്കാരല്ലേ മാഡം? ഞാൻ സ്വർണം കൊണ്ടുവന്നു. അമ്മയല്ലേ പങ്ങളല്ലേ ഒന്ന് തലല്ലാന്ന് പറഞ്ഞൂടെ എനിക്ക്? അല്ല നിങ്ങളിവിടെ എത്ര ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെ നിങ്ങൾ അടിക്കണേ? കൂട്ടം കൂടി അടിക്കണുണ്ടോ? ഞാൻ കയറി അടിച്ചു. ശരി അല്ല അതൊക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ട്, സംഭവങ്ങളൊക്കെ തല്ലല്ലേ സാറേ, തല്ലല്ലേ സാറേ, മക്കളെ വളർത്താൻ വേണ്ടി ആ മക്കളെ എങ്ങനെയാണ്ട് വളർന്നില്ല. വേറെ നീ പണിക്ക് പോയിക്കോട്ടെ. ശമ്പളം തരുന്നില്ല പലോനെ. എത്ര ദിവസം എന്റെ കൈയോട്ട് ഞാൻ മേടിച്ചത് ഇപ്പൊ തരുന്നത്. അല്ല ഇപ്പൊ ഇരുന്ന് പോങ്ങിയിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള ആളുകളുടെ കാശ് മേടിച്ച് വെച്ചിട്ട് വലിയ ന്യായം പറഞ്ഞിരുന്നില്ല അവിടെ. അപ്പൊ ചിന്തിക്കണം ചെയ്യണത് ശരിയല്ലാന്ന്. അമ്മ എന്ത് പണിയെടുത്തത്? ഈ ഒറ്റ എന്നെ ജോയിൻ ചെയ്ത് പണിക്കൂട്ടിയത് ഇവൻ. ആ സാർ, സത്യശീലൻ എന്നാ പേര്. പേരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പ്രവൃത്തിയൊക്കെ. ആ ആള് ദുബായിക്ക് മുങ്ങാൻ നോക്കി. ആ ഞങ്ങൾ എയർപോർട്ടിലിട്ട് പിടിച്ചു. ഇതിപ്പോ കോടതിയിൽ ഹാജരാക്കും. പിന്നെ കൂടുതൽ ചോദ്യം ചെയ്യാനായിട്ട് നമ്മൾ കസ്റ്റഡിയിലേക്ക് വാങ്ങുന്നുണ്ട്. ആ ഞാൻ സാറിനെ വിളിക്കാം. ആ സാർ, ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. ഇട ഇത് ആരാ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണേ? സാറേ അവിടെ സത്യശീലനെ കാണുമെന്നും പറഞ്ഞു ഒരുപാട് പേര് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അയാളെന്താ സിനിമ പറഞ്ഞാൽ ഇവർക്കെല്ലാം കാണാനായിട്ട്? അതല്ല, എല്ലാം ഫിനാൻസിലെ പൈസ ഡെപ്പോസിറ്റ് ചെയ്തവരാണ് അവര്. കണ്ടിട്ടേ പോകുന്ന പറഞ്ഞു. ഇടാ എന്തെങ്കിലും പറഞ്ഞൊന്ന് വിടാൻ നോക്ക്. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി സാർ, അത് പോണ ലക്ഷണല്ലേ. നിങ്ങളൊക്കെ പിന്നെ എന്തിനാണ് കാക്കിയിട്ട് ഇവിടെ നിൽക്കണത്? ഒന്നങ്ങോട്ട് വരട്ടി പറയണോ? സാറേ നമുക്ക് ഈ ജലപീരങ്കി പ്രയോഗിച്ചാലോ? അല്ല ഇന്നത്തെ കാലത്ത് ലാത്തിയായിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരെ ലാത്തി മേടിച്ച് നമ്മളെ തല്ലു സാർ. അത് എന്ത് ബഹളം! അതെ, താൻ പോയിട്ട് അതിലെ പ്രധാനപ്പെട്ട ആരെങ്കിലും ഒരു രണ്ടുപേരെങ്കിൽ വരാൻ പറയും. സാർ എനിക്ക് എന്താ പേര്? എന്റെ പേര് ശീതളൻ എന്നാണ് സാറേ. ഞാൻ ഈ സത്യശീലന്റെ ബലൂൺ എന്നുള്ള സ്ഥാപനത്തിൽ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തിരുന്നേ. കുറച്ച് പൈസ എന്ന് പറയുമ്പോ കുറച്ച് ഒരു 30,000 30 ലക്ഷം. കൊറേ സ്വർണവും പോയി. എത്ര സ്വർണം പോയി? 10-75 പവൻ പോയി. കൊള്ളാം. നിങ്ങളുടെ കയ്യിലൊക്കെ കുറെ കാശുണ്ടെങ്കിൽ എന്തോ ഒരു സർക്കാർ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തൂടെ? ഇങ്ങനെയുള്ള ഉടായ്പ സ്ഥാപനങ്ങളിൽ കൊണ്ടിടേണ്ട കാര്യമുണ്ടോ? ഇവിടെ പലിശ കൂടുതൽ കിട്ടില്ലോ സാർ. അത് മാത്രമല്ല ഇതിന്റെ സോഴ്സ് കാണിക്കണ്ടല്ലോ. അതെ സാറേ, ഞങ്ങള് കൃത്യമായിട്ട് ടാക്സ് ഒക്കെ അടക്കുന്ന ആളുകൾ തന്നെയാണ്. പിന്നെ ഒരു പരിചയത്തിന്റെ മുകളിൽ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഒരു സാറേ ഒരു കള്ളത്തരവും ഇല്ല. ചേട്ടൻ ദുബായി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. എടോ ഈ സ്ഥാപനത്തിന്റെ പേരെന്നെ ബലൂൺ എന്നല്ലേ? ആ പേര് കേട്ട് അറിഞ്ഞൂടെ അത് പൊട്ടിപ്പോകുന്നു? സാറേ ഞങ്ങളത് വീർത്ത് വരുന്ന വിചാരിച്ചത്. ഇപ്പൊ കാറ്റ് പോയപ്പോ സമാധാനമായല്ലോ അല്ലേ? ഒരു കാര്യം ചെയ്യും, ഒരു പരാതി എഴുതി കൊടുക്കുക. ഒപ്പം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ആ കാശിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ സോഴ്സ് കാണിക്കണം, സ്വർണത്തിന്റെ ഒക്കെ സോഴ്സ് കാണിക്കണം. പിന്നെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തതിന്റെ ഡീറ്റെയിൽസും വേണം. സാറേ ഞങ്ങൾക്ക് ഇയാളൊന്ന് കാണാൻ പറ്റും? എന്തിന്? അയാളെ കണ്ടിട്ട് എന്താ കാര്യം? സാറേ അയാൾ എത്ര പൈസ ഇൻവെസ്റ്റ് അല്ല, ഞങ്ങളത് കോടതിയിൽ ഹാജരാക്കും. അത് കഴിഞ്ഞ് ചോദ്യം ചെയ്യലിനായിട്ട് ഞങ്ങൾ ഇവിടെ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. അല്ല സാറേ, എനിക്ക് അയാളോട് ചോദിക്കണം, എന്റെ സ്വർണം മുഴുവൻ എടുത്തിട്ട് എന്തിനാ ചതിച്ചെന്ന്. ഒരു കാര്യം, നിങ്ങൾ പരാതി കൊടുക്ക്, ഞങ്ങൾ അന്വേഷിക്കട്ടെ. സാർ അയാളൊന്ന് കാണണം സാറേ. ആവശ്യമുണ്ടോ അതിന്റെ? കാണണം. ഇത്രയും കാശ് ഞങ്ങളുടെ കാശാല ഒരു കാര്യം ചെയ്തു സുഹൃത, ഒന്ന് അതിന് കാണാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കും. അതെ, ഇതൊക്കെ എത്ര പാഠമായി. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ.
നിങ്ങളൊക്കെ കുറച്ച് വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരല്ലേ? ഇയാളുടെ ആദ്യത്തെ ഡീലിങ്സ് കൊണ്ട് നമുക്ക് തരി ഇങ്ങനെ തോന്നില്ല. എങ്ങനെയാണ് ചെയ്യുന്ന ഒരാളാന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആ കള്ളന്മാരുടെ രീതി അങ്ങനെയാണ്. ആ ശീതളന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്റെ വിഷമം എന്താ ശീതളം മനസ്സിലാക്കാത്തത് എന്നുള്ളതാണ് ഇപ്പൊ എന്റെ വിഷമം. എന്തൊക്കെ പറയണേ സാറേ? ഞാനതാ പറഞ്ഞത്, ഇപ്പൊ പരസ്പര വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ പറയണത്. ശീതള ചതിച്ചു. ശീതള സംഗതി ആകെ പ്രശ്നമായി. എന്റെ സർവ്വം മുതലും പോയി. എന്റെ സ്വർണ്ണം എവിടെ? ദുബായിലാണ്. ഭാര്യയും മക്കളും എല്ലാ സ്വർണവും പണവും എല്ലാം ദുബായിലേക്ക് കടത്തിയില്ലേ. ഇപ്പൊ എന്റെ കയ്യിൽ ഒന്നുമില്ല. പാപ്പരാണ്. ഇതാ വീട്ട ജുബ്ബ മാത്രമേ ഉള്ളൂ. എന്താ പിന്നെ കാട്ടുക ഞാൻ? തന്നെ വിശ്വസിച്ചിട്ടല്ലേ 30 ലക്ഷം രൂപ ഞങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തത്. അതെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇതേപോലെ ഞാൻ അവളെ വിശ്വസിച്ചു, എന്റെ ഭാര്യയെ. പക്ഷെ അവളെ എന്നെ ചതിച്ചു. ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ഇതാ ഇപ്പൊ ഇവിടെ ഞാൻ നിൽക്കുന്നുണ്ട്, എന്നോട് ചോദിക്കാം. ഇതേപോലെ ഞാൻ ഭാര്യയുടെ അടുത്ത് നീ എന്തിനാടി ആ പൈസ അങ്ങനെ ചെയ്തത്, ഈ വക തമ്മാടിത്തരം കാണിച്ചത് എന്തിനാന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലൈറ്റ് കയറി പോകാൻ വേണ്ടി നിന്ന സമയത്താണ് എയർപോർട്ടിൽ വെച്ചിട്ട് ഇവർ എന്നെ പൂട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടത്. പിന്നെ ഞാൻ എന്ത് ചെയ്യും നീ പറ? സാറേ ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ് സാറേ. ഈ കഥയൊന്നും കേട്ടാ ഞങ്ങൾക്ക് ചെലവിന് ഞങ്ങൾക്ക് കാശ് വേണം സാറേ. സമാധാനമായിട്ട്. പാവം സാറേ, പൈസ പോയി എന്റെ വിഷമത്തിലാണ്. എന്താ പിന്നെ ചെയ്യാ? അതെ ശീതള നോക്ക്, ഇങ്ങനെ വിഷമിക്കണ്ട. നിങ്ങൾ നിക്ഷേപകരുടെ ആരുടെയും പൈസ വെറുതെ പോവില്ല. ദൈവം ആയുസ്സും ആരോഗ്യം തന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ പൈസയും ഞാൻ അധ്വാനിച്ചു വീട്ടും. സത്യശീലം സത്യമുള്ള ആളാണ്. പറഞ്ഞതാണ്. നിങ്ങൾക്ക് തന്നെ വിശ്വാസമില്ലേ? ഞാൻ അധ്വാനിച്ച് വീട്ടും. ഇയാൾക്ക് ഭ്രാന്താണ് സാറേ. ഇയാള് വല്ല സ്വാമിയ സന്യാസിയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കാശ് പോകും സാറേ. 10-30 ലക്ഷം രൂപ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ് സാറേ. ഞങ്ങൾക്കത് കിട്ടണം സാറേ, ഞങ്ങൾക്കത് കിട്ടണം സാറേ. എങ്ങനെയെങ്കിലും ഒന്ന് മേടിച്ചു താ സാറേ. ഇത് സ്റ്റേഷനാണ്. ഹലോ സാറേ, പുറത്ത് ഭയങ്കര ബഹളം നടക്കണം. നമുക്ക് എത്രയും പെട്ടെന്ന് കോടതിയിൽ പോവാം സാറേ. കോടതിക്ക് പോണ്ട നമുക്ക്. ഒരു കഷ്ടമാണ് എനിക്ക് വൈകി കാണാൻ. പാവം. ശീതളേട്ടോ, ആ എന്താ ഹാല്? വല്ലതും നടക്കുവോ? ഒന്നും നടക്കില്ല പോയതോ. എന്തിട്ട് അങ്ങനെ പറയണേ? ഇത് പോയി ഞാൻ തൂങ്ങിച്ചാണ്ടി വരട്ടോ. എന്റെ മൊയ്തു, എന്റെ സ്ഥിതി അതിലും പരിതാപകരാണ്. ഞാൻ എന്നൊന്നും നോക്കിയേ. എന്റെ എല്ലാം പോയി. എന്റെ കയ്യിലുള്ള എല്ലാം പോയി. ഇപ്പൊ എന്താ അറിയോ, ഞാൻ പറഞ്ഞ പ്രകാരമാണ് എന്റെ ബന്ധുക്കൾ ഒരുപാട് ആൾക്കാർ അവിടെ കൊണ്ട് പൈസ നിക്ഷേപിച്ചു. ഇവരൊക്കെ എന്റെ പെരയിൽ കയറി ഇറങ്ങിയ എന്താ അവരോട് ഞാൻ പറയാ? ഈ മണ്ടുവിന്റെ ചീത്ത കേൾക്കാത്തൊരു ദിവസമില്ല എനിക്ക്. ആ എന്താ വേണ്ട, ഇരിപ്പുറക്കൂല. അതാ എന്താ നിങ്ങളുടെ ഉദ്ദേശം? നമ്മള് തെരേണ്ടിടത്തൊക്കെ തെരഞ്ഞിക്കണേ. ഓം ദുനിയാവിൽ എവിടെ ഉള്ളതെന്ന് അറിയുന്നില്ല. അതാണ്. എന്ന് പറഞ്ഞാൽ ഉള്ള മുതലും മുഴുവൻ കൊണ്ട് കളഞ്ഞിട്ടാണ് ഈ ഇരിക്കണത്. ഹലോ, പറ. അതെയോ? ആണല്ലേ? ഓക്കെ. വരാം. പിന്നെ എവിടെയെങ്കിലും വരാം. ശരി. പോയതോ? അവനെ കിട്ടിയിട്ടുണ്ട്. സതീശനെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയോ? എവിടെയാണ്? എന്ത് കേസ്? ഏത് കേസ്? ഇനി കേസൊന്നുമില്ല. ഇതൊക്കെ നാട്ടില് കുറെ ആളുകൾ കടന്ന് വെറുതെ ബഹളം ഉണ്ടാക്കുന്നതാണെന്ന്. ഇതിപ്പോ എന്റെ ആദ്യത്തൊന്നും അല്ലല്ലോ. അതൊക്കെ കുറച്ച് കഴിയുമ്പോ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോ അതൊക്കെ അങ്ങ് കെട്ടടങ്ങും. അത് അതിന്റെ പാട്ടിന് പോകും. അത്രേ ഉള്ളൂ. അതെ, എന്തായാലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് കുറച്ച് പൈസയെങ്കിലും ഞാൻ തിരിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചതാ. ഇനി അത് പറ്റില്ല. ഞാൻ പാപ്പരാണെന്ന് കോടതി വിധിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ എങ്ങനെ ആളുകൾക്ക് പൈസ എടുത്ത് വിതരണം ചെയ്യും?
ഏതായാലും പാപ്പരായിട്ടുള്ള സ്ഥിതിക്ക് കുറച്ച് ബൾക്കായിട്ടുള്ള പൈസ കയ്യിലുണ്ട്. ഞാൻ അത് വെച്ചിട്ട് ഒരു പുതിയ ബിസിനസിനെ പറ്റി ആലോചിക്കുകയാണ്.